ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. പോകുന്നത് നേരെ വാൽപ്പാറ. ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ബസ്സിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതെന്തായാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം, ഒരുമിച്ച് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അടിച്ച് കയറി വാ. അങ്ങനെ നമ്മൾ ബസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയിട്ടില്ല. അവിടെ ഇരിക്കുന്ന ആളെടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് നോക്കുമ്പോൾ ആളെയാറ് കഴിഞ്ഞ ആളിറങ്ങും, അപ്പോൾ സീറ്റ് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും ആ ഒരു കോടകളെ കൊണ്ട് മൂടപ്പെട്ട ആ ഒരു മലകളും കുന്നുകളൊക്കെ. എന്താ ഒരു ഭംഗി നോക്കിയാൽ, പ്രകൃതി കനിഞ്ഞിറങ്ങി തന്നേക്കാണ്. വാൽപ്പാറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വിവരിക്കാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. പക്ഷേ എനിക്ക് അതിൻ്റേതായ ഒരു വൈബ്, അതിൻ്റേതായ ഒരു മൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കംഫേർട്ട് സീറ്റ് കിട്ടണം. അതായത് ഫ്രണ്ടിലുള്ള ഒരു സീറ്റ് കിട്ടണം. ആളെ ഇറങ്ങുമ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി കട്ട വെയിറ്റിംഗാണ്. ഈ യാത്ര നേരെ മുന്നോട്ട്. അങ്ങനെ ആ ഒരാളെ ഇറങ്ങാൻ നേരത്ത് എന്നെ വിളിച്ച് അവിടെ പിടിച്ചിരുത്തിയതിന് ശേഷമാണ് ആൾ ഇറങ്ങി പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇനി നമ്മുടെ യാത്ര മുന്നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഗൈസ് കാണാൻ പോകുന്നത്. പ്രകൃതി എന്താ പറയുക, പ്രകൃതിയുടെ മനോഹാരിത എന്തെന്ന് കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് കുന്നുകളും മലകളും ഒക്കെ താണ്ടി പോയി കിട്ടേറിക്കറേ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ വന്ന ബസ്. ഒരു 5 മിനിറ്റ് ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നൈസായിട്ട് എന്താ പറയുക, ഒരു ചായയൊക്കെ ഒന്ന് കുടിച്ചൊന്ന് റിലാക്സ് ആവാം. സംഭവം അങ്ങനെ ഉണ്ട്, നൈസായില്ലേ ചായ. ആ ഒരു ചില്ല് ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടേ ആ ഒരു വൈബ് അങ്ങോട്ട് പോയി. ഈ ബസ് എപ്പോഴും എടുക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചില്ലിൻ്റെ ഗ്ലാസ്സിൽ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഗ്ലാസ്സുകളിലെന്നും പറഞ്ഞിട്ട് ഒരു പിന്നാലെ വന്നിട്ട് അങ്കം വിട്ടോ, എന്തിനാ വെറുതെ. പക്ഷെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ചില്ല് ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട് ചായയാണ്. അതിൻ്റേതായൊരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്. നൈസായിട്ട് ചായ കുടിക്കട്ടെ, ബസ് എടുക്കാറായിട്ടുണ്ട്. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാം, യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വെൽക്കം ടു ആനമലൈ ടൈഗർ റിസർവ് പൊള്ളാച്ചി. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരമാണ്, കാടുകളാണ്, മലകളാണ്, വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ടാവുന്ന അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഒരു റൂട്ടിൽ അങ്ങനെ ഈ ഒരു ടൈമിന് അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. ഇനി ബൈ ചാൻസിന് എന്തെങ്കിലും കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ, അതിനുള്ള യോഗമുണ്ടെങ്കിൽ കണ്ടിട്ട് പോകാം. എന്തായാലും അതിമനോഹരമായൊരു പ്രകൃതി, ആ ഒരു ആലയാർ ഡാമിൻ്റെ ആ ഒരു ടോപ്പ് വ്യൂ, അത് നമുക്ക് കാണാൻ ആസ്വദിക്കാം നേരെ മുന്നോട്ട് വെച്ച്. അങ്ങനെ നമ്മളിതാ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ബെൻഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബസ്സിൽ പോകുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കാറിലും ബൈക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ച് ബസ്സിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഉയരത്തിലിരുന്നിട്ട് കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം, വീഡിയോയിൽ പകർത്താം, നിങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ മൈൻഡായിട്ട് നമ്മളുടേതായ ഒരു സീറ്റിലിരുന്നിട്ട് ഒരു റിസ്ക്കും കാര്യങ്ങളും ഇല്ലാതെ, സിംഗിളായിട്ടാണെന്നുണ്ടെങ്കിൽ സിംഗിൾ, ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫാമിലി, ഗ്യാങ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഗ്യാങ് ആയിട്ട് ഫ്രീ മൈൻഡായിട്ട് ഡ്രൈവും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നമ്മളുടേതായ ഒരു സീറ്റിലിരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ചുരുങ്ങിയൊരു ചിലവിൽ നമുക്ക് യാത്രകൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ വലത്തെ സൈഡിൽ കാട്ടുപന്നികൾ കൂട്ടമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണാം. ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. നമ്മളെയൊക്കെ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പന്നി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ല, അമ്മാതിരി പായലുമായോ. ഇവിടെ പിന്നെ ഒന്നും വിഷയമില്ലാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യന്മാരായിട്ട് ഇടപഴകി എന്താ പറയുക ജീവിക്കുന്ന അനിമൽസാണ്. അതുകൊണ്ട് പിന്നെ വിഷയമല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം വെളിച്ചമൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാഴ്ചകൾ എങ്ങനെയാവും എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമുക്ക് മുന്നോട്ട് കാണാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡ്, ഇതാണ് പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പോകുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള അതിൻ്റേതായ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മാതിരി വൈബായിരിക്കും ഈ ഒരു റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്കൊന്നും കാണാനോ ഒന്നും ആസ്വദിക്കാനും കഴിയാത്തൊരവസ്ഥയായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മഴയാണെന്നാണ് പറഞ്ഞറിവ് കേട്ടിട്ടുള്ളത്. അതായത് ബസ്സിലുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു വാൽപ്പാറയിൽ ഒരാഴ്ചത്തോളമായിട്ട് ഫുള്ള് മഴയാണ്, നല്ല മഴയാണെന്ന്. എന്തായാലും നമുക്ക് മഴയായാലും മഞ്ഞായാലും കോടയായാലും തണുപ്പായാലും എന്തായാലും നമുക്ക് മുന്നോട്ട് കാണാം, ആസ്വദിക്കാം.
അങ്ങനെ മുന്നോട്ടുള്ള വഴിയിൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. വിൻഡോ ഒക്കെ അടച്ചിട്ട് അമ്മാതിരി മഴ. നല്ല രീതിക്ക് തണുപ്പും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയില്ലാത്ത ഭാഗങ്ങളിൽ നല്ല കോടയായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് കാണാം മുന്നോട്ട്. പറഞ്ഞ് നാക്കെടുത്തിട്ടില്ല. കോടയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത കോടയാണ്. മുന്നോട്ട് ഒന്നും കാണുന്നില്ല. എങ്ങനെയാണ് ഈ ഒരു വാഹനം ഇങ്ങനെ ഓടിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഈ ഒരു സിറ്റുവേഷനിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബസ്സുകളുടെ പുറകെ പിടിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് സേഫ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വാൽപ്പാറ എത്തിയിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. നാളെ മുതൽ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ വാൽപ്പാറയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം കൂടി അടിച്ച് മിന്നിച്ചോളാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അപ്പോൾ